Hello friends, welcome back to Muscle Man Media. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആഫ്റ്റർ ദ വർക്കൗട്ട് എന്ത് പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ചെറിയൊരു ലാഗ് വന്നിരുന്നു. ഒരാഴ്ച ഗ്യാപ്പിൽ വെച്ച വീഡിയോ ഇടാമെന്ന് നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഒന്നും അതെല്ലാവരും ക്ഷമിക്കണം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ വരാത്തതെന്നൊക്കെ. അപ്പോൾ ഇതാണ് പ്രശ്നം, ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ നമുക്കത് ശരിയാക്കാം. ആരും വിഷമമൊന്നും വിചാരിക്കണ്ട. നമ്മളെല്ലാവരും മസിൽസിനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ദ വർക്കൗട്ടിന് ശേഷം നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നതെന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാലും ലാഗൊന്നും ഇല്ലാതെ മാക്സിമം പറഞ്ഞു തീർക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഡാമേജ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്യും. അതങ്ങനെയാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലോഡായി കഴിയുമ്പോൾ ഡാമേജ് ആകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കൊണ്ട് റിപ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് റിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ മെഷീൻസ്, TV, ഫ്രിഡ്ജ്, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഡാമേജ് വരും, നമ്മൾ റിപ്പയർ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു മസിൽസിനെ തന്നെ റിപ്പീറ്റേഷനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുന്നു, അത് ഡാമേജ് ആവുന്നു. പിന്നെ നമ്മൾ റെസ്റ്റ് മോഡിൽ പോകുമ്പോൾ അത് വീണ്ടും ബോഡി റിപ്പയർ ചെയ്ത് റീസൈക്കിൾ ചെയ്തവരാണ്. അങ്ങനെയാണ് മസിൽ ബിൽഡിങ് സാധ്യമാകുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് സയൻസ് ബേസ്ഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ ഫൈബേഴ്സ് രൂപം കൊണ്ടിട്ടാണ് ഒരു മസിൽ ടിഷ്യൂ ഉണ്ടാകുന്നത്. അതായത് ഒരുപാട് ഫൈബേഴ്സ് രൂപം ഒരുമിച്ചാകുമ്പോഴാണ് ഒരു മസിൽ ടിഷ്യൂ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രാക്ക് ആവും. അതായത് വിള്ളലുകൾ അവിടെ വീഴും. ഈ വിള്ളലുകളെ നമ്മൾ മൈക്രോസ്കോപ്പിക് ക്രാക്ക് അല്ലെങ്കിൽ മൈക്രോ ട്രോമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാമേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി അതിനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബോഡി തന്നെ റിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ ബോഡി നിയമിക്കും. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ പൊട്ടിപ്പോകാത്തൊരു ഡാമേജ് ഉണ്ടാവാത്ത രീതിയിലായിരിക്കും ബോഡി തന്നെ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ അവിടെ നിയമിക്കുമ്പോൾ തന്നെ മസിൽസിൻ്റെ സൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോമായിട്ട് വരും, വലുതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ഡാമേജ് വരെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ റെസ്റ്റ് മോഡിലൊക്കെയാണ് നമ്മൾ ഈ മസിൽസ് ബിൽഡാവുന്ന ആ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സംശയമാണ് ഈ ജിമ്മിൽ വെച്ച് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസൊക്കെ അത്യാവശ്യം പമ്പായിട്ട് നിൽക്കുന്നത്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു രക്തോട്ടം കാരണം കൊണ്ടാണ് അങ്ങനെ പമ്പായിട്ട് നിൽക്കുന്നത്. ഒരു താൽക്കാലികമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വീണ്ടും അങ്ങനെ മസിൽസ് ഇങ്ങനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ അത്രേ ഉള്ളൂ. മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരം സംശയമാണ്, നമ്മളിപ്പോൾ കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്ത് കുറച്ച് ബോഡിയൊക്കെ ആയി, പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകാണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ബോഡിയൊക്കെ പോവില്ലേ എന്നൊക്കെ സംശയം. പക്ഷേ അങ്ങനെയുള്ളവരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കുറച്ച് നാളിപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുറച്ച് ബോഡിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 1 year ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, മസിൽസൊക്കെ പോകും, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. കാരണം ബോഡിക്ക് എന്തെങ്കിലും ലോഡിങ്ങൊക്കെ വരുമ്പോൾ മാത്രം മസിൽസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ മസിലിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പിന്നെ മസിൽസ് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മസിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് തൂങ്ങി അങ്ങ് പോകും. പക്ഷേ ഒരു 1 year കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേ സ്ട്രെങ്ത്ത് പിന്നെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. അതേ ബോഡി പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതങ്ങ് വീണ്ടെടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മുടെ മസിൽസിൽ ന്യൂക്ലിയർ സെല്ലുകൾ, സാറ്റലൈറ്റ്സുകൾ ഇതൊരിക്കലും നമ്മൾ ട്രെയിനിങ് നിർത്തി കഴിഞ്ഞാലും തിരിച്ചു പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് മസിൽ സ്ട്രെങ്ത്തും മസിൽ മാസും നമുക്ക് ഒരുപാട് കുറച്ച് നാൾ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ മസിൽ മെമ്മറി എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.